അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് യംകുറു ബികല്ലദീന കഫറൂ യഖ്തുലൂക ഔ യുസ്ബിതൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അദീം. عن ابن عباس رضي الله تعالى عنهما أنه قال بعث رسول الله صلى الله عليه وسلم ل40 سنة فمكث بمكة 13 سنة يوحى إليه ثم أمر بالهجرة فهاجر 10 سنين ومات وهو ابن 63. صدق رسوله النبي الكريم. ബഹുമാനാദരവുകൾ നിറഞ്ഞ സ്റ്റേജിലുള്ള ഈ പരിപാടിയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന എൻ്റെ ഒരു ആത്മസുഹൃത്തുമായ മുഹമ്മദ് കോയ അഹ്സനി, അതുപോലെ എൻ്റെ ഒരു സഹപാഠിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ കൂട്ടുകാരുമാണ്, ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാക്കവി. ഇവിടെ ഇനി വേദിയിൽ പ്രഭാഷണം നടത്താൻ പോകുന്ന ബഹുവന്യരായ ഷുഐബുൽ ഹൈതമി, മറ്റ് വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ അഹ്സനി പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് എന്നുള്ള നിലക്ക് ജ്യേഷ്ഠാനുജന്മാരാണ്. ഇൽമിയായ കുടുംബമുള്ള വലിയ കുടുംബം. പക്ഷെ ഞാനത് ഗ്രൂപ്പിലേക്ക് വന്നത് കുറച്ച് അവസാനമാണ്, 5-8 വർഷമായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഒരു ഇരുമ്പുചോല മമ്മൂദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു, അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ, ഒരു വർഷം ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. എൻ്റെ പിതാവിൻ്റെ പരിചയക്കാരനുമാണ്. അതിൻ്റെ ശേഷം ഞാൻ ബാക്കിയാത്തിൽ നിൽക്കുമ്പോഴാണ് ഉസ്താദ് മരണപ്പെടുന്നത്. പിന്നെ അവരുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. പിന്നെ അവരെ ഉസ്താദിൻ്റെ ആണ്ട് തുടങ്ങി, ഗ്രൂപ്പ് വാട്സപ്പൊക്കെ വന്നപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ആരോ ഒരാളാണ് എന്നെ അതിൽ ചേർത്തിയത്. ഞാൻ വൈകിട്ടാണ് അതിൽ വരുന്നത്. പിന്നെ ഉസ്താദിൻ്റെ നേർച്ചയിലൊക്കെ പങ്കെടുക്കലുണ്ട്. ഈ പ്രാവശ്യം നേർച്ചയിലേയും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് തെക്കൻ ഭാഗത്താണ് ജോലി ചെയ്യുന്നത്, കുറച്ച് ദൂരത്താണ്, പെട്ടെന്നൊന്നും വരാൻ കഴിയില്ല. മുഹമ്മദ് കോയ അഹ്സനി അവർകളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അബ്ദുൽ വാസി ബാക്കവിയായിട്ട് ഞങ്ങൾ വലിയ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും എൻ്റെ പിതാവും തമ്മിൽ വലിയ ബന്ധമാണ്. അവർ സഹപാഠികളാണ്. ബാക്കിയാത്തിൽ സീനിയർ ഉസ്താദാണ് അബ്ദുൽ വാസി വാക്കവിൻ്റെ ഉസ്താദ്, അറിയപ്പെട്ട സൂഫിവര്യനായ പണ്ഡിതൻ. ഏറിയ കാലം പരപ്പനങ്ങാടി പനയത്തിൽ മുദരിസായ വലിയ മുത്തഖിയും സൂഫിയും വാഇലും, വലിയ വയല് പറയുന്ന പോലെ സൂഫിയായ മനുഷ്യനാണ് അബ്ദുള്ള മുസ്ലിയാർ. പഴയകാല ആലിമീങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതൻ, എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് എൻ്റെ പിതാവ്. ഒരു വർഷത്തെ സീനിയർ അബ്ദുൽ വാസി വാക്കുവിൻ്റെ പിതാവാണ്. എൻ്റെ വാപ്പ ജൂനിയർ. വാപ്പ പോന്നി അബ്ദുള്ള മുസ്ലിയാർ മൂപ്പര് പിതാവ് പോന്നതിന് ശേഷമാണ് എൻ്റെ വാപ്പ വാക്കിയാത്തുനിന്ന് പോരുന്നത്. ആ നിലക്ക് ഞങ്ങൾ വലിയ ബന്ധമാണ്. പിന്നെ ഷുഐബുൽ ഹൈതമിയെ പറ്റി കൂടുതൽ ബന്ധമില്ലെങ്കിലും കേട്ടുകേൾവിയുണ്ട്. യുവ പ്രാസംഗികനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എളിയ പ്രവർത്തകനും നല്ല സുന്നത്തി ജമാഅത്തിൻ്റെ പ്രഭാഷകനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട പണ്ഡിതന്മാർക്ക് അല്ലാഹു ആഖിറത്തിൽ ഉയർന്ന ദറജ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസംഗ രംഗത്ത് ഞാൻ വളരെ മോശമാണ്. ഞാൻ പ്രാസംഗികനല്ല. എൻ്റെ മുമ്പ് ക്ലാസ് എടുത്ത അബ്ദുൽ വാസി വാക്കി വലിയ പ്രാസംഗികനാണ്. അദ്ദേഹം പലയിടത്തും ദ്വീപിലും അടക്കം പോയിട്ട് വലിയ പ്രസംഗം നടത്താറുണ്ട്, പിന്നെ ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ പരിചയമുണ്ട്. എനിക്ക് ആ ഒരു പരിചയമില്ല. പ്രസംഗ ലോകത്ത് തന്നെ സ്റ്റേജിൽ തന്നെ ഞാൻ കയറാറില്ല. അതുകൊണ്ട് ആ കുറവുകളും നുക്സാനുകളൊക്കെ കാണും, നിങ്ങളെൻ്റെ സംസാരത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കുമാറാവട്ടെ. എനിക്ക് തന്ന വിഷയം ഇസ്ലാമിക ധർമ്മസമരങ്ങളും അതിൻ്റെ വർഷങ്ങളും എന്ന്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ആദ്യം നുബുവത്ത് കിട്ടിയതിൻ്റെ ശേഷം തന്നെ ഹിജ്റ പോകുന്നതിന് മുമ്പ് യുദ്ധം പാടില്ലായിരുന്നു. 70 ചില്ലാം ആയത്തുകളിൽ യുദ്ധം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയത് 40-ാം വയസ്സിൽ. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് നബിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. യുദ്ധം ചെയ്ത് കണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ക്ഷമിക്കാനും പ്രബോധനം ചെയ്യണം, ക്ഷമിക്കണം. തെബിലീഗ് ഇൻദാർ. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, മൂപ്പരാണല്ലോ നമ്മളെ മാസ്റ്റർ പീഡ് ഇമാമ്. മൂപ്പര് ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമില്ല. എല്ലാ കാര്യത്തിലും മൂപ്പര് വിശകലനം ചെയ്ത് കാര്യകാരണ സഹിതം ഒരു കാര്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറം പറയുന്നതിനൊന്നും ഒരു സ്ഥാനമില്ല. കേരളത്തിൽ കേരള ഉലമാ എടുക്കലും മൂപ്പരുടെ ഇബ്നു ഹജറുടെ അഭിപ്രായമാണല്ലോ, പ്രത്യേകിച്ച് മൂപ്പര തുഹ്ഫയിലെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യകാലത്ത് ക്ഷമിക്കാനും കാഫിരീങ്ങളുടെ പീഡനങ്ങളും മറ്റും സഹിക്കാനും കൂട്ടത്തിൽ തെബലീഗ് ചെയ്യാനും ഇൻദാർ ചെയ്യാനുമായിരുന്നു നബിനോട് കൽപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നെ മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ, ഹിജ്റയ്ക്ക് പിന്നെ അനുവാദം കൊടുത്തു. 3 ഘട്ടമാണ് ജിഹാദിന് അനുവാദം കൊടുത്തത്. ആദ്യമായിട്ട് ഹിജ്റ പോയതിൻ്റെ ശേഷം, ഹിജ്റിൻ്റെ മുമ്പ് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് അവസാനം നിക്കപ്പുറതിയില്ലാതെ ആയപ്പോഴല്ലേ ഹിജ്റ പോയത്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതാണ്. അതോളം ഞാൻ ആയത്തിൽ ഓതിപ്പിച്ചത്, വൈദിയം കുറു ബിക്കല്ലദീന കഫറു ലിയഖ്തുലൂക ഔ യുസ്ബിതൂക ഔ യുഖ്രിജൂക എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത്. അവർ കോപ്പുകളും എല്ലാം കൂട്ടി നബിനെ വധിക്കണം എന്ന അതിലേക്ക് തന്നെ അവർ എത്തി. പക്ഷേ ഓരോരുത്തർ ഹിജ്റ പോയി. മുമ്പ് പറഞ്ഞ മാതിരി സ്വഹാബത്ത് ഒരുപാട് പോയി. അവസാനമല്ലേ റസൂലുള്ള പോയത്. നമുക്ക് അനുമതി കിട്ടിയിട്ടില്ല പോകാൻ. റസൂലും സിദ്ദീഖ് റളിയല്ലാഹു തആല അവസാന പോയത്. അതുവരേക്കും അനുവാദം കിട്ടിയിട്ടില്ല. അവസാനം നബിക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ നബിനെ വളഞ്ഞ് നബിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിക്കല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് അലി റളിയല്ലാഹുവിനെ കിടത്തി കൊണ്ട് നബിനെ പുറത്തേക്ക് പോയി. നബി ഒരു പിടുത്ത മണ്ണ് വാരിട്ടിട്ട് അവരെ കണ്ണിലൊക്കെ ആയി. നബി പുറത്തു പോയത് കണ്ടില്ല. അങ്ങനെ നേരെ സിദ്ദീഖുൽ അക്ബറും റസൂലുള്ളാഹിയും പോറിൽ പോയി 2-3 ദിവസം അവിടെ താമസിച്ചു. പിന്നെയാണ് ഹിജ്റ പോകുന്നത്. ഹിജ്റ പോയതിൻ്റെ ശേഷമാണ്, ഹിജ്റ പോകുന്നതിന് മുമ്പായിട്ട് അഖബകളൊക്കെ നടന്ന് നിങ്ങൾ കേട്ടല്ലോ. നബിക്ക് ഹിജ്റ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആദ്യമേ ഒരുക്കിയിട്ടുണ്ട്. മദീനത്തുള്ള ആളുകളെ നബി ചെല്ലുമ്പം സ്വീകരിക്കണം, അത് മദീനത്ത് നബിക്ക് താമസിക്കണം എന്ന്. അങ്ങനെ ഹിജ്റ പോയതിൻ്റെ ശേഷമാണ് പിന്നെ യുദ്ധത്തിൽ അനുവാദം കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്നത് ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇന്നലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു എന്നൊരായത്ത്. മറ്റൊരായത്ത് വഖാതിലുല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഇങ്ങനെയാണ് ആദ്യമായിട്ട് യുദ്ധത്തിന് അനുവാദം കൊടുത്തത്. ഇങ്ങോട്ട് വന്നാൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന്. പിന്നങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ആദ്യം യുദ്ധത്തിൽ ഇറങ്ങിയ ആദ്യത്തെ ആയത്തും അത് തന്നെയാണ് ഇമാം സുഹരി റളിയല്ലാഹു തആല തൊട്ട് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമതാണ് യുദ്ധം ഹറാമായ മാസം അല്ലാത്ത കാലങ്ങളിൽ യുദ്ധം തുടങ്ങാം. അങ്ങോട്ട് യുദ്ധം ചെയ്താൽ മാത്രമല്ല, യുദ്ധം ഹറാമായ മാസത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ അനുവാദം കൊടുത്തു.
ഫൈദൻ സലഖൽ അശ്ഹുറുൽ ഹുറുമു ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജത്തുമൂഹും. രണ്ടാമത്തെ അനുവാദം. പിന്നെ ഹിജറ 8-ാം വർഷം മക്കം ഫത്ഹായതിൻ്റെ ശേഷം, മക്കം ഫത്ഹായല്ലോ, അത് വലിയൊരു സംഭവമാണ്, മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായ കാര്യം. അതിൻ്റെ ശേഷമാണ് അലല്ലിത്തിലാക്ക് നിരുപാധികം യുദ്ധം ചെയ്യാൻ സമ്മതം കൊടുത്തത്. ഇങ്ങോട്ട് ആക്രമിക്കട്ടെ, അങ്ങോട്ട് പോകട്ടെ, എങ്ങനെയായാലും യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം 3 ഘട്ടത്തിലായിട്ടാണ് അവതരിച്ചത്, അനുമതി കൊടുത്തത്. ഈ യുദ്ധം ഫർദ് കിഫിയായിട്ടാണ്. ഇത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് യുദ്ധം ഫർദ് കിഫയാണ്. മുസ്ലിം ഭരണാധികാരി ഭരിക്കുന്ന ഇസ്ലാമിൻ്റെ രാജ്യങ്ങളാകുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ സൈനിക നടപടികളും പോരാട്ടങ്ങളും നടത്തുക. ഇതാണ് ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങളുണ്ടല്ലോ. ഒന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. യുദ്ധം ഉണ്ടായത് വളരെ കുറച്ചുള്ളൂ. നബി ഒരുപാട് പോയ യുദ്ധം ഇബ്നു ഹജറുടെ ഇബാറത്താണ്. ഈ 27 യുദ്ധമാണ് റസൂലുള്ള ചെയ്ത യുദ്ധം. 27 യുദ്ധം. അതിൽ 8 യുദ്ധത്തിൽ മാത്രമേ യുദ്ധം ഉണ്ടായിട്ടുള്ളൂ. വസുബത്ത് എന്ന് പറയുമ്പോൾ യുദ്ധം എന്ന് അർത്ഥം വെക്കണ്ട, സൈനിക നടപടി, പടപ്പോരാട്ടം എന്നൊക്കെ അർത്ഥം വെക്കാം. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന സൈനിക പോരാട്ടം, അതിൽ യുദ്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 27 യുദ്ധം റസൂലുള്ള പങ്കെടുത്ത യുദ്ധമുണ്ട്. ശരീഅത്തുകളാണെങ്കിലോ 40 ചില്ലാനും ശരീഅത്തുകളുണ്ട്. 47 ശരീഅത്തായിട്ടാണ് ഇബ്നു ഹജർ എണ്ണുന്നത്. ശരീഅത്ത് റസൂലുള്ള പോകാത്ത യുദ്ധങ്ങൾ, സൈനിക നടപടികൾ. അതിൽ 8 നബി യുദ്ധം ചെയ്തത്. നബി യുദ്ധം ചെയ്തത് ആകെ 1 മാത്രമേ ഉള്ളൂ കേട്ടോ, ഉഹുദ് യുദ്ധത്തിൽ മാത്രം നബി നേരിട്ട് യുദ്ധം ചെയ്തത്. മറ്റൊക്കെ നബിൻ്റെ സാന്നിധ്യത്തിൽ സ്വഹാബത്ത് യുദ്ധം ചെയ്ത യുദ്ധമാണ് മറ്റ് 7 എണ്ണം. മക്കം ഫത്ഹ് യുദ്ധത്തിൽ എണ്ണിയിട്ടില്ല, കാരണം മക്കം ഫത്ഹായിക്കാണ്. സുൽഹായിട്ടാണോ ഫത്ഹായത്, ഖഹറായിട്ടാണോ ഫത്ഹായത്, 2 അഭിപ്രായമുണ്ട്. ചിലവർ മുഗിനെയൊക്കെ 9 എണ്ണിയിരിക്കണം, കാരണം മക്കം ഫത്ഹിൽ ചില ഖഹറുകളൊക്കെ വന്നിട്ടുണ്ട്. നബി 1500ഓളം ആളുകൾ ഒന്നായിട്ട് മക്കത്തേക്കാണ് ചെന്നതല്ലേ, അവർ ആകെപ്പെട്ട് അവസാനം സുൽഹായിക്കാണ്. അങ്ങനെയല്ലേ മക്കം ഫത്ഹായത്. അപ്പം ഈ യുദ്ധങ്ങൾ തന്നെ 8 എണ്ണത്തിലെ യുദ്ധം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. സൈനിക പോരാട്ടം നടന്ന് ചെന്നിട്ട് ലക്ഷ്യം പൂർത്തിയാക്കി ഇങ്ങോട്ട് പോരും. യുദ്ധം നടന്നിട്ടില്ല. ഇങ്ങനെ ഇസ്ലാമിൽ യുദ്ധം 3 ഘട്ടമായിട്ടാണ് ഇസ്ലാമിൽ യുദ്ധമുള്ളത്. അവസാനം ഫർദ് കിഫയാണ്. പക്ഷേ ഫർദ് കിഫയായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ചില നിബന്ധനകളും നിയമങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമിക ഭരണമാകണം. ഇസ്ലാമിക ഭരണമുണ്ടാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ഈ യുദ്ധങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് താമസിക്കുമ്പം മദീന ഇസ്ലാമിക രാഷ്ട്രമായല്ലോ. നബി പോയതിൻ്റെ ശേഷം മക്ക കാഫിര്യങ്ങളെ രാഷ്ട്രമായിരുന്നു, കുഫാറിൻ്റെ ദാറുൽ ഹർബല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ യുദ്ധങ്ങൾ പോയതൊക്കെ അതാ, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോയതാ. അതിൽ പലതിനും പോയിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ പോയതുണ്ട്, യുദ്ധം ചെയ്യാനല്ലാതെ പിടിക്കാൻ പോയതുണ്ട്. അതിൽപ്പെട്ടതാണ് ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ പോയത് നബി അവരുടെ മുതൽ പിടിക്കാനാണ്. അതായത് റസൂലുള്ള വളരെ പീഡനങ്ങളെ സഹിച്ച് യാതൊരു ഗതിയുമില്ലാതല്ലേ മദീനത്തേക്ക് വന്നത്. അപ്പം കാഫിര്യങ്ങളും ശത്രുക്കളും എല്ലാം അവരെ രാജ്യത്ത് സ്വൈരവിഹാരം നടത്താനും മുസ്ലിങ്ങൾക്ക് സുഖം കൊടുക്കാതെ ജീവിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സുഖം കിട്ടണം, കാഫിര്യങ്ങളെ ക്ഷയിപ്പിക്കണം. അതിന് ആദ്യം ഉപരോധം ഏർപ്പെടുത്തുക. അത് ഏർപ്പെടുത്തലാണ് ബദർ യുദ്ധം ഉണ്ടായത്. ബദർ യുദ്ധം നബി യുദ്ധം ചെയ്യാൻ പോയതല്ല, ഷാമിലേക്ക് പോയ കച്ചവട സംഘം, വാണിജ്യ സംഘം, മക്കത്തിൽ നിന്ന് പോയ അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ നേതൃത്വത്തിൽ പോയ വാണിജ്യ സംഘം, വലിയ ഒരു സംഘം, ഒട്ടക സംഘം. ഒട്ടകത്തിൻ്റെ പുറത്ത് ചരക്കുകളും മറ്റും വെച്ചുകൊണ്ട് കച്ചവടത്തിന് പോകും. സാധാരണ മുശ്രിക്കീങ്ങൾ പോകാറുണ്ട്, ഖുറൈശികൾ പോകാറുണ്ട്. അവരുടെ ജീവിതമാർഗം അതാണ്. ഷാമിലേക്ക് പോയിട്ട് കച്ചവടത്തിന് പോയിട്ട് വലിയ കച്ചവടം നടത്തും, എന്നിട്ട് ലാഭമൊക്കെ ഉണ്ടായിട്ട് വരും. അങ്ങനെയാണ് അവർ ജീവിക്കൽ. ബദർ യുദ്ധത്തിൻ്റെ മുമ്പ് അവർ ഷാമിലേക്ക് പോയി. റബീഉൽ അവ്വലോ ജുമാദുൽ ആണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം, വലിയ വാണിജ്യ സംഘം ചരക്കുകളുമായിട്ട് ഷാമിലേക്ക് പോകുന്ന വിവരം കിട്ടിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതിനെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങി. പോയപ്പോത്തിന് അവർ
ഈ വിഷയം മണത്തറിഞ്ഞു. അവർ വേറെ വഴിക്ക് രക്ഷപ്പെട്ടു, ഷാമിലെത്തി. അപ്പോൾ പിന്നെ വരുന്നത് കാത്തുനിന്ന് പിന്നെ റമദാനിലാണ് വരുന്നത്. അപ്പോൾ വരുമ്പം പിടിക്കുക എന്നുള്ളതിലേക്കാണ് റസൂലുള്ളാഹിയും സ്വഹാബത്തും പോകുന്നത്. പോയാൽ അവരെ സ്വത്തുക്കളൊക്കെ പിടിക്കാം, അവരെ ഒട്ടകങ്ങൾ പിടിക്കാം. വരുമ്പം വല്ലാതെ ചരക്കുകളൊന്നും ഉണ്ടാവില്ല, മറ്റ് സാധനങ്ങളും ലാഭങ്ങളൊക്കെ ഉണ്ടാകും, അത് പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സുഖമായിട്ട് ശക്തി പകരാം. കാഫിര്യങ്ങളുടെ ഉപരോധം കൊണ്ട് അവരെ ക്ഷയിപ്പിക്കാം, ക്ഷീണിപ്പിക്കാം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ബദറിലേക്ക് പോയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നുണ്ട് റസൂലുള്ളാഹി കൊള്ളക്കാരനാണ്, പലരും മുതൽ തട്ടിപ്പറിക്കാൻ പോയതാണ് എന്നൊക്കെ ചിത്രീകരിക്കാറുണ്ട് യുക്തിവാദികളും മറ്റതും. അങ്ങനെ ക്ഷയിപ്പിക്കാൻ വേണ്ടി മുതൽ പിടിക്കാൻ വേണ്ടി പോയതാ. പക്ഷേ അവർ തിരിച്ചു വരുമ്പോഴും വേറെ വഴിയിലേക്ക് പോയിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവരെ തടയാൻ വേണ്ടി റസൂലുള്ളാഹിയും സ്വഹാബത്തും പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം മക്കത്തുനിന്ന് അബൂജഹലും പാർട്ടിയും അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടപ്പം അങ്ങനെ ഇവരും ചെന്ന് അങ്ങനെയുള്ള യുദ്ധം ഉണ്ടായത്. യുദ്ധത്തിന് പോയതല്ല സംഗതിയിൽ. ഇങ്ങനെയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളെല്ലാം. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ പുറപ്പെടും, ലക്ഷ്യം പൂർത്തിയാക്കി തിരിച്ചു പോരും. ഇങ്ങനെയാണ് ഈ വസുവത്തുകളെല്ലാം ഉണ്ടായത്. ഈ വസുവത്തിൻ്റെ കാലം ഹിജറിൻ്റെ ശേഷമാണല്ലോ ഉണ്ടായത്. ഹിജറ തുടങ്ങിയത് എൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഹിജറ തുടങ്ങിയതെന്ന്. ഹിജറ റസൂലുള്ളാഹിക്ക് 53 വയസ്സായപ്പോൾ നുബുവത്ത് 40 കിട്ടി. 43 കൊല്ലം നബിയുടെ ഫത്രത്തിൻ്റെ ഘട്ടമായിരുന്നു. വഹി പിന്നെ വന്നിട്ടില്ല. പിന്നെ വഹി വന്നത് 43-ാം വയസ്സിലാണ്. 43-ാം വയസ്സിൽ വഹി വന്ന് പിന്നെ 10 കൊല്ലം മക്കത്ത് താമസിച്ചു. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 53 വയസ്സ് പൂർത്തിയായപ്പോഴാണ് നബി ഹിജറ പോകുന്നത്. ആ 53 കൊല്ലം ഹിജറ പൂർത്തിയായപ്പോൾ നബി ഹിജറ പോയി. നബി മദീനത്ത് പോയി 10 കൊല്ലം അവിടെ താമസിച്ചു. ആ കാലഘട്ടങ്ങളിലാണ് യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം നബീൻ്റെ ഒന്നാമത്തെ ഹിജറ 53 വയസ്സ് പൂർത്തിയായപ്പോഴല്ലോ ആണല്ലോ. ആ ഹിജറ തുടങ്ങിയതിനെ പറ്റി നിങ്ങൾ മുമ്പ് കേട്ടല്ലോ. ഹിജറ 1 റസൂലുള്ളാഹിൻ്റെ ഹിജറ പോയത് റബീഉൽ അവ്വൽ മാസം 12-നാണ്. എല്ലാം തിങ്കളാഴ്ചയാണ്. നബി വഫാത്തായത് തിങ്കളാഴ്ച, നബി ജനിച്ചത് തിങ്കളാഴ്ച, നബി ഹിജറ പോകുന്നതും തിങ്കളാഴ്ച, മദീനത്ത് എത്തുന്നത്. പുറപ്പെട്ടത് റബീഉൽ അവ്വൽ 1-നാണെന്നും 5-നാണെന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഒക്കെ തിങ്കളാഴ്ചയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടുള്ള തിങ്കളാഴ്ചയ്ക്ക് ഏറ്റവും മഹത്വമുള്ളത്. നോമ്പ് നോൽക്കൽ സുന്നത്തല്ലേ, വ്യാഴാഴ്ചനെക്കാട്ടിയും കൂടുതൽ ഫളീലത്ത് തിങ്കളാഴ്ചക്കാണ് സുന്നത്ത് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസമായതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പ് നോൽക്കലാണ് ഏറ്റവും അഫ്ളൽ. നബി ജനിച്ചതിലും അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. എപ്പോഴാണ് നബി, രാത്രിയിലാണോ പകലാണോ? ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇബ്നു ഹജർക്ക് അതിലൊരു തീർപ്പുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമിക്ക് അതിലൊരു തീർപ്പുണ്ട്. റസൂലുള്ളാഹി ജനിച്ചത് എന്നാണ്? അത് തിങ്കളാഴ്ച പകലിലാണെന്ന്, രാത്രിയല്ല. ഇന്ദൽ ഫജിരി വൈദൽ ഫജിരി എന്ന അഷ്റഫുൽ വസായിൽ എന്ന കിതാബിൽ ഇബ്നു ഹജറുൽ ഹൈതമി അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ചതെന്നാണ്. അഷ്റഫുൽ വസായിൽ ഇലാ ഫഹ്മി ഷമായിൽ ഇബ്നു ഹജറുടെ കിതാബാണ്. അതിൽ പറഞ്ഞു സുമ്മൽ അസഹു ബലിസ്സവാബു ലിസിഹത്തി ഹദീഥിഹി ഫി മുസ്ലിം അന്നഹു ഉലിദ ഫി യൗമിൽ ഇത്നൈൻ. റസൂലുള്ളാഹി വെള്ളിയാഴ്ച പകലിലാണ് പ്രസവിക്കപ്പെട്ടത്. വഹുവ സരീഹുൻ ഫി അന്നഹു ഉലിദ നഹാറൻ. ഈ ഹദീസ് സ്വരീഹാണ്, റസൂലുള്ളാഹി പകലിലാണ് പ്രസവിക്കപ്പെട്ടത്. ഐ അഖീബൽ ഫജ്രി, ഫജ്റിൻ്റെ തൊട്ടടുത്ത്, സുബ്ഹിയോടടുത്ത സമയത്ത് നിന്നല്ലേ നമ്മൾ പഴയ കാലത്തൊക്കെ പഠിച്ചത്. മങ്കൂസ് മുടതിൽ വലത്ത് സ്വബീഹത്തഹ നബിയ സഖലൈൻ. അപ്പോൾ സുബ്ഹിൻ്റെ ശേഷം ബുഐദൽ ഫജ്രി എന്നാണുള്ളത്. അഖീബൽ ഫജ്രി, ഫജ്റിൻ്റെ തൊട്ട് ശേഷം. അപ്പോൾ ഫജ്റിൻ്റെ സമയത്ത് തന്നെയാണ്. ഇതാണ് ഈ അഖീബൽ ഫജ്രി എന്നൊരു ലഈഫായ റിവായത്തിലുമുണ്ട്. അലാ കമാഫി റിവായത്തിൻ ലഈഫ വമിൻ തമ്മ ഖാലൽ ബദ്റു സർകശിയു അസ്സഹീഹു അന്നഹു ഉലിദ നഹാറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത് പകലിലാണ്. വതളഈഫു ഇബ്നു ദിഹിയത്തൽ കൽബി സുഖൂത്തൻ നജ്മി ഇന്ദ മൗലിദിഹി ബിദാലിക ഗൈറു സഹീഹ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പ്രസവിക്കപ്പെടുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം മുകളിൽ നിന്ന് ഇങ്ങനെ കീപ്പോട്ട് വീകാറുണ്ട് എന്ന് ചില ഹദീസുകളെല്ലാം വന്നിട്ടുണ്ട്. അതിന് മൂപ്പർ ലഈഫാക്കിക്കണം.
പക്ഷെ അതിന് മൂപ്പര് എതിർത്തിക്ക, ഇബ്നു ഹജർ തള്ളിക്ക. അത് തഹീഫാക്കാനും പറ്റില്ല. കാരണം എന്താ? യഅന്ന സുഖൂതഹാ ഖാരിഖുൻ ലിൽ ആദ, നക്ഷത്രങ്ങൾ വീകൽ പകലും പോകും. അത് ഖാരിഖുല്ലായത്തായിട്ട് വീണതാണ്. റസൂലുള്ളാഹിൻ്റെ പ്രസവത്തിൻ്റെ കാരണം കൊണ്ട് അസാധാരണ സംഭവമായിട്ട് വീണതാണ് പകല്. അതാ ഫലാ ഫർഖ ഫീഹി ബൈനൽ ലൈലി വന്നഹാർ ഐ അന്നഹു ബഅദൽ ഫജ്രി വലിന്നുജൂമി സുൽത്താനുൻ കമാ ഫിൽ ലൈൽ ഫലാ യുനാഫി സുഖൂതുഹ. അപ്പം നബിൻ്റെ ആ നക്ഷത്രങ്ങൾ വീകൽ നബിൻ്റെ ഇതിനോട് സുഖൂത്തിനോട് എതിരല്ല. എന്നിട്ട് പറഞ്ഞേ, മുസ്ലിമിൻ്റെ റിവായത്തിൽ ഏതാണ്? അഷ്റഫുൽ വസായിൽ തന്നെ പറയുന്നത്, അൻ ഖതാദത്ത് അൻ അബീ ഖതാദത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ യൗമിൽ ഇത്നീൻ ഫഖാല ദാക യൗമുൻ വുലിത്തു ഫീഹി. ഇത് ഇബ്നു ഹജർ ഹംസിയൻ്റെ ശറഹിലും മൂപ്പരും പറയുന്നുണ്ട്. അവിടെ രണ്ട് അഭിപ്രായം പറയുന്നെങ്കിലും വസ്സഹീഹു എന്ന് പറഞ്ഞിട്ട് വസ്സഹീഹു അന്നഹു വുലിദ നഹാറൻ. അപ്പോൾ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രാത്രിയാണെന്നും അഭിപ്രായങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ രാത്രിയിലാണ് പ്രസവിക്കപ്പെട്ടത്, സുബഹിൻ്റെ മുമ്പാണെന്നും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു ഹജർ വെളിപ്പെടുത്തിയത് അത് ഫജ്റിൻ്റെ സമയത്ത്, ഫജ്റിൻ്റെ തൊട്ട് ശേഷമാണെന്ന്. അതുപോലെ നബിൻ്റെ പ്രസവ ദിവസം ഏത് കൊല്ലത്തിലാണ്? നമ്മുടെ ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് വയാസിന് ഗ്രന്ഥമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മൂപ്പരൊരു ചിന്തകനാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പലതും, പലരുടെ വിവാദങ്ങളും യുക്തിവാദികളുടെ വാദങ്ങളും അതുപോലെ ഇതിനെ എതിർക്കുന്ന പല ആളുകളുടെയും ആ എതിർപ്പുകളെല്ലാം ഖണ്ഡിക്കാൻ വേണ്ടി മൂപ്പര് ചിന്തിച്ച് ഒരു കലണ്ടറിന് ഇറക്കിയിട്ടുണ്ട്. ഒരു തൗഫീഖ് ചെറിയ കിതാബ്, അറബി കിതാബ്. എനിക്കത് ഞാൻ 2015 വാങ്ങിയിരുന്നു. വാങ്ങിയിട്ട് ചിലപ്പം ഉപയോഗിക്കലുണ്ട്. പിന്നെ മുഹമ്മദ് വയസ്സിൻ്റെതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് അറിഞ്ഞത്, മൂപ്പറതാന്നുള്ളത്. മൂപ്പരാണ് അതിൻ്റെ ആൾ. അപ്പോൾ മൂപ്പര് ചിന്തകരാണ്, കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എങ്ങനെ ഇതും. അപ്പം മൂപ്പര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വയസ്സ് 64 എന്നുള്ള അഭിപ്രായത്തിലാണ്. എന്നാലേ എന്താവുള്ളൂ, ഇതൊക്കെ ഒക്കുള്ളൂ. അപ്പം നബിൻ്റെ പ്രസവം ഇതൊക്കെ ഹിജറ തുടങ്ങുന്നത് എന്ന്, ഹിജറ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഈ ഫതുഹുൽ ബാരിയിലെ അൽ ബിദായത്ത് വന്നിയ ഫതുഹുൽ ബാരിയിലെ താരിഖു ത്വബരിയിലൊക്കെ പറഞ്ഞത്, അൽ ബിദായത്ത് വന്നിഹായിലൊക്കെ പറഞ്ഞത് ഒരു ഇബാറത്ത്, ഇസ്തഹല്ലത്തു സനത്തുൽ ഹിജ്റത്തിൽ മുബാറക്കത്തി വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖീമൻ ബി മക്ക. നബി മക്കയിൽ താമസിക്കുമ്പോഴാണ് ഹിജ്റൻ്റെ കൊല്ലത്തിൻ്റെ ആരംഭം. മുഹറം മുതൽക്കാണുള്ള ഹിജ്റ തുടങ്ങുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഹിജ്റ മുതൽക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. പല അഭിപ്രായങ്ങളും പറഞ്ഞു. വഫാത്ത്, മൗത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. മുഹറത്തിലാക്കുക എന്ന് പറഞ്ഞു. ഈ മുഹറം ഏതാണ്? ചില ആളുകൾ പറയുന്നുണ്ട് ഈ തൊട്ട് ശേഷമുള്ള മുഹറമാണ്. എന്നാൽ ഇബ്നു ഹജറൊക്കെ വിലപ്പെടുത്തിയത് താരീഖുൽ അൽ ബിദായത്ത് വന്നിഹായിലും താരീഖു ത്വബരിയിലൊക്കെ പറഞ്ഞത് അതിന് മുമ്പുള്ള മുഹറം തന്നെയാണ്. റസൂലുള്ളാഹിൻ്റെ പ്രസവത്തിൻ്റെ ഹിജ്റൻ്റെ മുമ്പുള്ള മുഹറം. അതിന് കാരണമുണ്ട്. മുമ്പുള്ള മുഹറമിന് പറയാൻ കാരണം, ആ മുമ്പുള്ള മുഹറമിലാണ് ഹിജ്റൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ടായത്. രണ്ടാം അഖബ എന്ന് പറഞ്ഞ അഖബ ഉണ്ടായത് ആ മുഹറമിലാണ്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, കിതാബിൽ പറഞ്ഞു തന്നെയാണ് അതൊക്കെ. വൈന്നമാ അഖറൂഹു മിൻ റബീഇൽ അവ്വൽ ഇലൽ മുഹറം. റബീഉൽ അവ്വലിൽ നിന്ന് ഹിജ്റനെ മുഹറമിലേക്ക് പിന്തിച്ചു, ബേക്കോട്ടാക്കി. യന്ന ഇബ്തിദാ അൽ അസ്മി അലൽ ഹിജ്റതി കാന ഫിൽ മുഹറം. അസ്മ് ചെയ്തതിൻ്റെ തുടക്കം, ഹിജ്റൻ്റെ മേൽ പോകണമെന്നുള്ള അസ്മിൻ്റെ തുടക്കം മുഹറമിലായിരുന്നു. ഇതിൽ ബൈഅത്ത് വഖഅത്ത് ഫി അസ്നാഇ ദിൽഹിജ്ജ. ബൈഅത്ത് നടന്നത് ദുൽഹജ്ജിൻ്റെ ഇടയിലാണ്. വഹുവ മുഖദ്ദിമത്തുൽ ഹിജ്റ, അത് ഹിജ്റൻ്റെ മുമ്പാണ്. ഫകാന അവ്വലു ഹിലാലിൻ ഇസ്തഹല്ല ബഅദൽ ബൈഅത്തി. ബൈഅത്തിൻ്റെ ശേഷം ആദ്യം പറഞ്ഞ ആദ്യത്തെ മാസം വൽ അസ്മി അലൽ ഹിജ്റ, അസ്മിൻ്റെ മാസം ഹിലാൽ മുഹറം, മുഹറം മാസമാണ്. ഫനാസബ അൻ യുജ്അല മുബ്തദഅൻ വഹാദാ ഖുവാ മാ വഖഫ്തു അലൈഹി മിൻ മുനാസബത്തിൽ ഇബ്തിദാഇ ബിൽ മുഹറം. മുഹറം കൊണ്ട് തുടങ്ങലിനുള്ള ഞാൻ കണ്ട ലക്ഷ്യങ്ങളിൽ നിന്ന് ഏറ്റവും അഖ്വയായ ലക്ഷ്യം ഇതാണ്, മുമ്പുള്ള മുഹറമാണ്. ഇപ്പം നബിൻ്റെ പ്രസവത്തിൻ്റെ മുമ്പുള്ള മുഹറമാകുമ്പം നബി പ്രസവിക്കുന്ന കൊല്ലം 1-ാം കൊല്ലമാണ്. നബി മദീനത്ത് താമസിച്ചതോ, മദീനത്ത് താമസിച്ചത് 10 കൊല്ലമാണെന്ന് ഇജ്മാ ഉണ്ട്.
റൗളത്തു താലിബിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഹു 40 സന. നബിനെ നിയോഗിക്കപ്പെട്ടത് 40 വയസ്സാകുമ്പോഴാണ്. ഫഅഖാമ ബി മക്കത്ത ബഅദ നബുവത്തി 13 സന. നബുവത്തിൻ്റെ ശേഷം നബി 13 കൊല്ലം മക്കത്ത് താമസിച്ചു. ഫുമ്മ ഹാജറ ഇലൽ മദീന, പിന്നെ മദീനയിലേക്ക് ഹിജറ പോയി. ഫഅഖാമ ബിഹാ 10. മദീനത്ത് 10 കൊല്ലം താമസിച്ചു. ബിൽ ഇജ്മാ, മദീനത്ത് 10 കൊല്ലം താമസിച്ചെന്ന് ഇജ്മാ ആണ്. വദഖലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ യൗമിൽ ഇത്നൈനി 12 മിൻ ശഹ്ർ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച ദുഹാ സമയത്താണ് റസൂൽ മദീനയിൽ പ്രവേശിക്കുന്നത്. വതൂഫിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ യൗമിൽ ഇത്നൈനി, റസൂലുള്ള വഫാത്തായതും തിങ്കളാഴ്ചയാണ്. 12 മിൻ ശഹ്ർ റബീഉൽ അവ്വൽ സനത 11 മിനൽ ഹിജ്റ, ഹിജ്റ 11-ാം വർഷം. ഇത് മുഖ്നിയിലും അസ്നുൽ മതാലിബ് എല്ലാത്തിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നബവി തൊട്ടുള്ള ഈ ഭാഗത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ചിലർക്ക് അഭിപ്രായമുണ്ട് ശേഷമുള്ള മുഹറമിലാണ് തുടങ്ങുന്നത് എന്ന അഭിപ്രായമുണ്ട്. യാക്കൂബ് സുഫിയാൻ എന്ന് പറഞ്ഞ ആൾ തുടങ്ങിയതായിട്ട് ഫതുഹുൽ ബാരി മറ്റും എടുത്തു ധരിച്ചിട്ടുണ്ട്. അൽബിദായത്ത് വന്നിഹായിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മുതൽക്ക് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധങ്ങളുടെ വർഷങ്ങളൊക്കെ കൂട്ടുമ്പോൾ വ്യത്യാസം വരും. ഇപ്പം എല്ലാവരും ബദർ യുദ്ധമൊക്കെ എഴുതിയിരിക്കുന്ന എന്നാണ്? ഹിജറ 2-നാണ്. അത് പിന്നെ അൽബിദായത്ത് വന്നിഹായ, താരിഖു ത്വബരി, സീറത്ത് ഇബ്നു ഹിഷാം, സീറത്ത് ഇബ്നു കസീർ, ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് ബദർ യുദ്ധം 2-ാം വർഷത്തിലാണ്. പിന്നെ ഓരോ യുദ്ധങ്ങളുണ്ട്. ആദ്യത്തെ യുദ്ധം വദ്ദാൻ യുദ്ധം, ഉദ്വത്തുൽ അബവാ എന്ന് പറഞ്ഞ യുദ്ധം. ഇതിലൊന്നും യുദ്ധം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതൊക്കെ സൈനിക നീക്കമായിട്ട് റസൂലും സ്വഹാബത്തും പുറപ്പെട്ടു, ലക്ഷ്യം പൂർത്തിയാക്കി ഇങ്ങോട്ട് പോരും. ഇതാണ്. പിന്നെ വസുവത്ത് ബുവാത്ത്, വസുവത്തുൽ ഉഷൈറ, വസുവത്തു ബദിരിൽ ഊല, വസുവത്ത് സഫ്വാ എന്ന് പറഞ്ഞ യുദ്ധം, വസുവത്തു ബദിരിൽ കുബറ, റമളാനിലാണ്, മുഹറം 2. പിന്നെ വസുവത്തു ബനി സുലൈം, വസുവത്തു സവീഖ്, വസുവത്ത് ഗത്ഫാൻ, വസുവത്ത് ബഹ്റാൻ, അതൊക്കെ ഹിജറ 3-ലാണ്. വസുവത്ത് ഉഹദ് ഹിജറ 3-ലാണ്. പിന്നെ വസുവത്തു ഹംറായിൽ അസദ്, വസുവത്തു ബനി നളീർ, വസുവത്തു ദാത്തുൽ ദിഖായ്, വസുവത്തു ബദരിൽ ആഖിറ, വസുവത്തു ദൂമത്തുൽ ജന്ദൽ, വസുവത്തുൽ ഖന്ദഖ്, വസുവത്തുൽ ബനി ഖുറൈള, വസുവത്തു ബനി ലിഹിയാൻ, വസുവത്ത് ദീ ഖറദ്, വസുവത്തു ബനിൽ മുസ്തലഖ്. ഇവിടെ വ്യത്യാസമുണ്ട്. ഈ കൊല്ലങ്ങളൊക്കെ പറയുമ്പം പല കിതാബിലും പല രൂപത്തിലാണ് പറയുന്നത്. വസുവത്ത് ബനിൽ മുസ്തലഖ് ഹിജ്റ 6-ലായിട്ടാണ് പലരും എണ്ണുന്നത്. എന്നാൽ വസുവത്തുൽ ഖന്ദഖ് ആണെങ്കിലോ ഹിജ്റ 5-ലോണ്. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. വസുവത്തുൽ ഖന്ദഖിലാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിക്ക് പരിക്ക് പറ്റിയതൊക്കെ. അങ്ങനെയാണ് മൂപ്പർ മരണപ്പെട്ടത്. ആ രക്തം വാർന്ന് നിൽക്കാതെയാണ് മൂപ്പർ മരണപ്പെട്ടത്. അത് വസുവത്തു ഖന്ദഖിലാണ്. വസുവത്ത് ബനിൽ മുസ്തലഖിലാണെങ്കിലോ സയ്യിദ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. മൂപ്പരോട് ചോദിച്ച ചോദ്യവും ഉത്തരവൊക്കെ ഉണ്ട്. അപ്പം മരിച്ചതിന് ശേഷം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വസുവത്ത് ബനിൽ മുസ്തലഖ് എവിടെയാകണം? ഹിജ്റ 5-ലാണെന്ന് ഫതുഹുൽ ബാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. പലരും 6-ലാണെന്നാണ് പറയുന്നത്. വസുവത്തുൽ ഖന്ദഖ് അതിൻ്റെ ശേഷമാണ്. വസുവത്ത് ബനിൽ മുസ്തലഖ് ഷഅബാനിൽ, വസുവത്തു ഖന്ദഖ് ശൗവാലിൽ, ഹിജ്റ 5-ലാണ് എന്നാണ്. ഇപ്പോൾ ചിലയിടത്ത് അങ്ങനല്ല. വസുവത്തുൽ ഖന്ദഖ് 5-ൽ, വസുവത്തു ബനിൽ മുസ്തലഖ് 6-ൽ. ഇങ്ങനെ ചരിത്രങ്ങളിലേക്ക് ഒരുപാട് വ്യത്യാസം വരും. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ പൊതുവേ വ്യത്യാസങ്ങൾ വരും. അതാണല്ലോ ഫിഖഹിൻ്റെ കിതാബിലും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഫളായിലും മനാഖിബിലും ലഈഫ് കൊണ്ട് അമൽ ചെയ്യാം, ലഈഫായ അഭിപ്രായം കൊണ്ട് അമൽ ചെയ്യാമെന്ന് പറഞ്ഞത് ഫളായിലും മനാഖിബിലും. കാരണം ചരിത്രം കൃത്യമായിട്ട് കിട്ടാൻ കഴിയൂല. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ ചെന്നിട്ട് ഇമാം ഷാഫിൻ്റെ മനാക്കിബ് പറയുന്നിടത്ത് ചില കിതാബിൽ പറയുന്നു. നമ്മൾ നൂറുൽ ലബ്സ്, നമ്മൾ സാധാരണ കാണുന്ന നൂറുൽ ലബ്സ് സാറിൻ്റെ മനാക്കിബ് ആലി ബൈത്തിൻ നബിയ്യ്, അതിൽ സംഭവം പറയുന്നുണ്ട്. ഷാഫി റളിയല്ലാഹു അൻഹു ബഗ്ദാദ് ചെന്നിട്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ സഹചാരികളായ അബൂ മുഹമ്മദ് ബിനുൽ ഹസൻ ഷെയ്ബാനി, ഖാദി അബു യൂസുഫ് ഇവരുമായിട്ട് വാദപ്രതിവാദം നടത്തി അവരുടെ ഹാറൂൺ റഷീദിൻ്റെ മുന്നിൽ വെച്ച്. അങ്ങനെ വാദപ്രതിവാദം നടത്തിയിട്ട് ഇമാം ഷാഫി വിജയിച്ചു. ഈ സംഭവം പലരും എടുത്തു ധരിച്ചിരിക്കണം. അബൂ മുഹമ്മദ് ബിനുൽ ഹസൻ ഷെയ്ബാനിയും ഖാദി അബു യൂസുഫും തമ്മിൽ മൂപ്പരോട് പല ചോദ്യങ്ങൾ ചോദിച്ച് ഹാറൂൺ റഷീദിൻ്റെ മുന്നിൽ വെച്ച് ചോദിച്ചിട്ട് മൂപ്പർ അവിടെ വിജയിച്ചതായിട്ട് ഇമാം ഷാഫി എല്ലാത്തിനും മറുപടി പറഞ്ഞതായിട്ട് ഷാഫി ഇമാമിൻ്റെ മനാഖിബ് പറയുന്ന കൂട്ടത്തിൽ പല കിതാബിലുണ്ട്. എന്നാൽ
ഇമാം അബൂ യൂസുഫ് എന്നവർ ഇമാം ഷാഫി ബഗ്ദാദ് ചെന്നപ്പോൾ മുമ്പ് മരണപ്പെട്ടു കിടന്നു. ഇബ്നു ഹജർ പറഞ്ഞിരിക്കുന്നത് ഖാദി അബൂ യൂസുഫ് ഖാന മയ്യിത്തൻ ഹീനൈദിൻ. ഇമാം ഷാഫി 2 പ്രാവശ്യം ബഗ്ദാദ് പോയിക്കല്ലോ. ആദ്യം ബഗ്ദാദ് പോയി 2 മാസം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് തിരിച്ച് ഇങ്ങോട്ട് വന്നു, മക്കത്തേക്ക് തന്നെ വന്നു. പിന്നെയും ബഗ്ദാദിൽ പോയി. അപ്പോൾ ആദ്യത്തെ പോക്കിൽ തന്നെ ഖാദി അബൂ യൂസുഫിനെ മൂപ്പർ കണ്ടിട്ടില്ല. മൂപ്പർ അതിൻ്റെ മുമ്പ് മരിച്ചുകിട്. മുഹമ്മദ് ഇബ്നുൽ ഹസൻ ഷെയ്ബാൻ ഏറ്റ് കണ്ടുമുട്ടിക്കണം. എന്നാൽ മൂപ്പർ ചരിത്രം പറയുന്നിടത്തോ ഖാദി അബൂ യൂസുഫും മുഹമ്മദ് ഹസൻ ഷെയ്ബാനുമായിട്ട് ഇമാം ഷാഫി വാദപ്രതിവാദം നടത്തി ഹാറൂൺ റഷീദിൻ്റെ മുന്നിൽ നിന്ന് മൂപ്പർ വിജയിച്ചു എന്ന് പല ചരിത്ര കിതാബിലുണ്ട്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഈ കൊണ്ട് ചിലപ്പോൾ അമൽ ചെയ്യേണ്ടി വരും. അതിലൊരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അതിൽപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇപ്പോൾ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിൻ്റെ ജനനത്തിനെ പറ്റി പറയുന്നത്. പഴയ കാലത്തെ പറഞ്ഞു വന്ന് 571 ഏപ്രിൽ 21 അല്ലെങ്കിൽ 20 തിങ്കളാഴ്ചയാണെന്ന്. എന്നാൽ അപ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോഴോ 21 തിങ്കളാഴ്ച ഒക്കൂല, അറബി മാസം മറ്റേ മാസം ഒക്കൂല. ഏടിനെ പറ്റി നിങ്ങൾ കേട്ടല്ലോ. ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും 2 കലണ്ടറുണ്ട്. ഗ്രിഗോറിയൻ കലണ്ടറിൽ 365.25 അത് കൃത്യമല്ല, 365.2422 കൃത്യം അങ്ങനെ വരാം. അപ്പം 365 കാല് കൂടുമ്പോൾ ദിവസങ്ങൾ കൂടും. അപ്പം ജൂലിയൻ കലണ്ടറിൽ അങ്ങനെ ദിവസം കൂടും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനം ഗ്രിഗോറിയൻ കലണ്ടറാണ്. അത് പിന്നെ ദിവസം കൂടിയിട്ട് പിന്നെ മാറ്റത്തിരുത്തൽ വരുത്തിയിരിക്കുന്ന 1582 ഒരാൾ വന്ന് കാണ്ട് ശരിയാക്കി. ഒക്ടോബർ 4 വ്യാഴാഴ്ചയാണ്. 10 ദിവസം കുറച്ച് കാണ്ട് ഒക്ടോബർ 15 വെള്ളിയതാക്കി. അങ്ങനെ മാറ്റം വരുത്തി ഗ്രിഗോറിയൻ കലണ്ടറിൽ. അപ്പം ആ കലണ്ടറേറ്റ് ചിലപ്പം വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ വ്യത്യാസങ്ങൾ കാണുമ്പോൾ നമ്മൾ കിതാബിൽ പറഞ്ഞത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയല്ലേ, അതങ്ങനെ തന്നെയാണ്. റബീഉൽ അവ്വൽ 8 അഭിപ്രായമുണ്ട്, 12 അഭിപ്രായമുണ്ട്, പിന്നെ 20 അഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ നമ്മൾ പിടിക്കുന്നത് ഇപ്പം 12 തിങ്കളാഴ്ചയാണെന്നാണ്. കാരണം ഒരു ദിവസം വയ്യനാക്കാൻ ഞാൻ പിന്നെ റസൂലുള്ളാഹിൻ്റെ മൗലിദ് കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. ഈ എല്ലാ അഭിപ്രായങ്ങളും നോക്കിയിട്ട് മീലാദ് കഴിച്ചാലെങ്ങനെ? എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ചിന്തിക്കണവർക്ക് ചിന്തിക്കാം, വിഷയങ്ങളും മനസ്സിലാക്കാം. ഇത് നല്ലൊരു കാരണമാണ് ഈ ഖിലാഫ്. കാരണം വിഷയങ്ങൾ കണ്ടുപിടിക്കാനും കിതാബിൽ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 570 അഹ്സൻ ഉസ്താദ് പറയുന്നത് 570 മെയ് 5 കാരണം അന്നേ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒത്തുകൂടുള്ളൂ. മൂപ്പർ മാത്രമല്ല, മുമ്പുള്ള ചില ചിന്താഗതിക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു അലി മണിക് ഖാൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഹിജറ ഹിലാൽ കലണ്ടർ, ഹിജറ കലണ്ടർ ഉണ്ടാക്കിയ ആൾ. അദ്ദേഹം ഒരു പുത്തൻവാദിയാണ്. അദ്ദേഹം പുത്തൻവാദിയാണെങ്കിലും വഹാബിയാണെങ്കിലും വഹാബികളും മൂപ്പർ അംഗീകരിക്കലില്ല. മൂപ്പർ ആഗോള കലണ്ടർ പറയുന്ന ആളാണ്. ലോകത്തെവിടെയെങ്കിലും മാസം കണ്ടാൽ ന്യൂമൂൺ കഴിഞ്ഞാൽ പിന്നെ മാസം 1 ആകണം. എല്ലാ ലോകത്തും പെരുന്നാളും നോമ്പും ഒരേ കാലത്താകണമെന്ന് വാദിക്കുന്ന ഒരാളാണ് ഒരു ദീപുകാരനിട്ടാണത്, അലി മണിക് ഖാൻ. അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞങ്ങളുടെ എൻ്റെ മാസൂലിയൊക്കെ ഉസ്താദിൻ്റെ മൂസകുട്ടി ഹസരത്ത് പൂവലല്ലാഹു ഇമ്രഹു നന്ദി ദാറുസ്സലാം അറബി കോളേജിലെ പ്രിൻസിപ്പളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡൻറ്റുമായ എൻ്റെ ഈ മാസൂലിയൊക്കെ ഉസ്താദാണ്. ഒന്നരായ ഗുരുവര്യരാണ് വാക്കിയാത്തിൽ നിന്ന്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഈ അലി മണിക് ഖാൻ എന്ന എഴുതിയിൽ. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് ഹിലാലും ഒരു നോട്ടവും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പുസ്തകത്തിൽ ഒരു നല്ല നീണ്ട ലേഖനം എഴുതിയിട്ടുണ്ട് മൂപ്പർ എഴുതിൽ. അപ്പം മൂപ്പർ പറഞ്ഞതൊന്നും ഇത് തന്നെയാണ്. 2010 മൂപ്പർ ഇറക്കിയ ഒരു മാസികയുണ്ട്, ഫനാർ എന്ന മാസിക. ആ മാസികയിൽ പറഞ്ഞ 570 മെയ് 5 റസൂലുള്ളാഹിൻ്റെ ജനനം. എന്നിട്ട് മൂപ്പർ നബീൻ്റെ കണക്കൂടി നബിക്ക് 64 വയസ്സാണ് എന്നും പറയുന്നുണ്ട്. അത് അൽ ഫനാർ എന്ന് പറഞ്ഞൊരു മാസിക, ഇപ്പം ആ മാസിക ഉണ്ടോ എന്നറിയില്ല. 2010 അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. 1999 ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. കാരണം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒത്തുകൂടാ. പക്ഷേ അദ്ദേഹം പറയുന്നത് റബീഉൽ അവ്വൽ 14 ആട്ടോ, 12 അല്ല. റബീഉൽ അവ്വൽ 14 തിങ്കളാഴ്ചയാണ്. 570 നമ്മളെ മുഹമ്മദ് റിള എന്ന് പറഞ്ഞ ആളിന് മുഹമ്മദ് മുസ്തഫ എന്ന കിതാബ് എഴുതിയ ആൾ മുഹമ്മദ് റിള, സുന്നി പണ്ഡിതനാണ് അദ്ദേഹം. സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും കട്ടിയുള്ളൊരു കിതാബാണ്. ഒരാൾ സുന്നിയാണ്, വഹാബികളൊക്കെ എതിർക്കുന്ന ആളാണ്. അതിൽ തലക്കെ തന്നെയാണ് നജീദിനെ പറ്റി പറഞ്ഞു കൊടുത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം വഹാബിയത്തിൻ്റെ നേതാവാണെന്നും പല പിഴച്ച വാദങ്ങളുണ്ടെന്നും പറഞ്ഞ ആളാണ് മുഹമ്മദ് റിള എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അടുത്ത കാലക്കാരനാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ. മൂപ്പർ പറയുന്നത് പിന്നെ ആഗസ്റ്റ് 7 ആഗസ്റ്റ് 20 570 ആഗസ്റ്റ് 20
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലാദത്ത് എന്ന് കണക്ക് കൂട്ടിയാണ് മൂപ്പർ ആ കിതാബ് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ മൂപ്പരെടുക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. പിന്നെ റസൂലുള്ളാഹിക്ക് 63 വയസ്സുമാണ്. ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായങ്ങളില്ലാത്ത അഭിപ്രായങ്ങളില്ലല്ലോ. അപ്പോൾ ആ അഭിപ്രായങ്ങളെല്ലാം കൂടി നമുക്ക് ജമ്പ് ചെയ്യാൻ കഴിയൂല. ഒരേ അഭിപ്രായങ്ങൾ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യുദ്ധങ്ങളെ വയസ്സിനെ പറ്റി പല റിവായത്തുണ്ട്. 65 എന്നുണ്ട് ഒരു വയസ്സ്, 63 എന്നുണ്ട്, 60 എന്നും വയസ്സുണ്ട് റിവായത്തുണ്ട്. അവിടെ ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി പറയുന്നു, വത്തഫഖൽ ഉലമാഉ വലാ അന്ന അസഹഹ 63 സന വതഅവ്വലുൽ ബാഖി അലൈഹി. റസൂലുള്ളാഹിൻ്റെ വയസ്സ് 63 എന്നതിൽ ഉലമാ ഇത്തിഫാക്കുണ്ട്. 65 60 തേവീൽ ചെയ്യണം. ആ തേവീൽ ചെയ്യുന്നിടത്ത് അവിടെ പറഞ്ഞു വൽഹാസുരു, ഫത്തുഹിൽ ബാരി പറഞ്ഞു വൽഹാസുരു അന്ന കുല്ലമൻ റുബിയ അന്നു മിന സ്വഹാബത്തി മാ യുഖാലിഫുൽ മശ്ഹൂറ വഹുവ 63 ജാഅ അൻഹുൽ മശ്ഹൂറു. മശ്ഹൂറായ പ്രായം 63 ആണല്ലോ. 63 അല്ലാന്ന് റിവായത്ത് ചെയ്ത സ്വഹാബത്ത് അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ആയിഷ റളിയല്ലാഹു അൻഹ, അനസ് റളിയല്ലാഹു അൻഹു. ഇവർ 3 പേരാണ് 63 എതിരായ റിവായത്ത് ചെയ്ത ആളെ. ഇവരും തന്നെ റിവായത്ത് ചെയ്തിരിക്കുന്ന 63 അപ്പോൾ അതിന് പല തേവീലുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തേവീൽ വഖദ് ജമഅ ബഅ്ദുഹും ബൈന റിവായാത്തിൽ മശ്ഹൂറ ബി അന്ന മൻ ഖാല 65 ജബറൽ കസ്റ. 65 എന്ന് പറഞ്ഞത് കസ്ർ ജബർ ചെയ്തതാണ്. കസ്ർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വലിലാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പ് 2 മാസം 12 ദിവസമുണ്ട്. വഫാത്തായതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണല്ലോ. അതിന് ശേഷം 9 ചില്ലാനം മാസമുണ്ട്. ഈ കസറിനെ ജബർ ചെയ്തുകൊണ്ടാണ് 65 എന്ന് പറഞ്ഞത്. അവിടെ ഫത്തുഹിൽ ബാരി പറയുന്നു ഒഫീഹി എന്നല്ല, ആ ജമ്മ് ശരിയല്ല, അതിൽ ഇഷ്കാലുണ്ട്. എന്താ കാരണം? എന്നഹു യഖ്റുജു മിന്നു 64 ഫഖത്ത്. അങ്ങനെ ജബർ ചെയ്താൽ 63 മാത്രമല്ലേ കിട്ടുള്ളൂ. കാരണം ജബർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള ആ കൊല്ലത്തിലുള്ള 2 മാസം 12 ദിവസമല്ലുള്ളൂ. വഫാത്തിൻ്റെ കൊല്ലത്തിലാണെങ്കിലോ ശേഷം 9 മാസം ചില്ലറയും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു കൊല്ലല്ലേ ആവുള്ളൂ. മറ്റത് കൂട്ടിയത് തന്നെയാണല്ലോ. പ്രസവത്തിൻ്റെ ശേഷമുള്ള 9 ചില്ലാനം മാസം ആദ്യം കൂട്ടിക്കണം. വഫാത്തിൻ്റെ മാസത്തിലുള്ള 2 ചില്ലാനം മാസം അതും കൂട്ടിക്കണം. അപ്പം കൂട്ടിയ 64 കിട്ടുള്ളൂ. അങ്ങനെ ആർക്കും അഭിപ്രായം ഉണ്ടതായിട്ട് കേട്ടിട്ടില്ല. അപ്പം ആ ജമ്മ് ശരിയല്ല. വക്കല്ലമൻ തനബ്ബഹൽ ഇദാലിക, ഇതിലേക്ക് ഉണർന്നവൾ വളരെ കുറവാണ്. ഇതും പറഞ്ഞുകണം. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞുകണം. വതൂഫിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഹു 63 സന വഖീല 65 വഖീല 60 വല്ലവ്വലു അസഹു വ അശ്ഹറു. 63 അസഹും അശ്ഹറും. വഖദ് ജാഅത്തിൽ അഖ്വാലു 3 ബിസ്സഹീഹി. ഈ 3 അഖ്വാലും സഹീഹുൽ ബുഖാരിയിലാണ് വന്നിരിക്കുന്നത്. 65 എന്നും 60 എന്നും 63 എന്നും. ഖാലൽ ഉലമാഉ അൽ ജമ്മു ബൈന റിവായാതി അന്ന മൻ റവാ 60 ലം യഅ്തബിർ ഹാദിഹിൽ ഖുസൂറ വമൻ റവാ 65 അദ്ദ സനത്തൽ മൗലിദി വൽ വഫാതി വഅല വമൻ റവാ 63 ലം യഉദ്ദഹുമാ വസ്സഹീഹു 63 വകദ സഹീഹു ഫീ സിന്നി അബീ ബക്കർ വഉമർ വഅലി വആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ, അലി റളിയല്ലാഹു അൻഹും എല്ലാവരുടെയും വയസ്സ് 63 തന്നെയാണ്. ഹാക്കിം പറഞ്ഞ്, ഹാക്കിം അബൂ അഹമ്മദ് ഇമാം ഹാക്കിമിൻ്റെ ഷെയ്ഖാണ്. അദ്ദേഹം പറഞ്ഞ് വുലിദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈൻ, റസൂലുള്ളാഹി പ്രസവിച്ചത് തിങ്കളാഴ്ചയാണ്. വനുബ്ബിഅ യൗമൽ ഇസ്നൈൻ, നുബുവത്ത് വന്നതും തിങ്കളാഴ്ചയാണ്. വഹാജറ മിൻ മക്കത്ത യൗമൽ ഇസ്നൈൻ, മക്കയിൽ നിന്ന് ഹിജറ പോയതും തിങ്കളാഴ്ചയാണ്. വദഖലൽ മദീനത യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ് റബി മദീനത്ത് പ്രവേശിച്ചതും. വതൂഫിയ യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി വഫാത്തും. അപ്പോൾ ഇതനുസരിച്ച് യുദ്ധങ്ങളെ കാലങ്ങൾ വരുമ്പം വ്യത്യാസം വരും. യുദ്ധത്തിൻ്റെ കാലം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരഭിപ്രായം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. താരീഖ് തൊബരി നോക്കിയാൽ റബീഉൽ അവ്വൽ 2 വസ്വത്ത് ബദ്ദാൻ, മറ്റതിൻ്റെ ശരീഅത്തുകളുണ്ട്, ബുവാത്ത്, ഇതൊക്കെ ഉണ്ട്. വസ്വത്ത് ബദറുൽ കുബ്ര 2, വസ്വത്ത് ബനി കൈനുക്കായും 2, വസ്വത്ത് ഉഹദ് 3, ഇങ്ങനെ പോയിട്ട് വസ്വത്ത് ബദറുൽ കുബ്ര അത് 2 റമദാനിലാണ്. വസ്വത്ത് ബനി മുസ്തലക്ക് തൊബരി പറയുന്നത് 6 5 മൂപ്പർ പറയുന്നുണ്ട്.
5-ലാണ്, ഖന്തക്ക് ശേഷം 5 ശൗവാലാണ് എന്ന് പറയുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ വന്നപ്പം മൂപ്പര് അവസാനം അബൂ ജാഫർ എന്ന് പറഞ്ഞാണ് മൂപ്പര് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. കൊല്ലം പറയുന്നിടത്ത് മൂപ്പര് അവസാനം ഒരു അഭിപ്രായം പറയും. ഈ ത്വബരി ഇമാം എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞു കണ്ട് ആ അഭിപ്രായത്തിൽ മൂപ്പര് പറയുന്നത് ഫത്തുഹുൽ ബാരി ഒക്കെ പറയുന്നുണ്ട്, ഖന്തക്ക് 5-ലാണ്, ബനിൽ മുസ്തലക്ക് 5 തന്നെ ഷൈബാനിലാണ്. അപ്പം മറ്റേ അഭിപ്രായം വരില്ല. ഏത്? സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം വരില്ല. വേറെ ചിലർ പറയുന്നത് ഖന്തക്ക് 5-ലാണ്, ബനിൽ മുസ്തലിക്ക് 6-ലാണ്. സയ്യിദ് ബിൻ മുആദ് എന്നുള്ളത് അത് അച്ഛനെയും തെഹരീഫ് വന്നതാണ്, അത് വേറെ ആളാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ആണ്, സയ്യിദ് ബിൻ മുആദ് അല്ല എന്നും അഭിപ്രായങ്ങളുണ്ട്. അതും അഭിപ്രായം തന്നെയാണ്. അപ്പം ഇങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഹിജറ വർഷം തുടങ്ങുന്നത് റസൂലുള്ളാഹിൻ്റെ ഹിജറിൻ്റെ ആ വർഷം തന്നെയാണ്. അത് തുടങ്ങിയാൽ 11-ലാണ് റസൂലുള്ളാഹിൻ്റെ വഫാത്ത്. നബിക്ക് 13 വയസ്സ് പൂർത്തിയായതിൻ്റെ ശേഷമാണ് നബി ഈ ലോകവുമായിട്ട് വിട്ടുപിരിയുന്നത്. സുർഖാനിയിൽ പറയുന്നുണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ. സുർഖാനിൽ പറയുന്നുണ്ട്, മുവത്തൻ്റെ ഹാഷ സുർഖാനിൽ ഈ അഭിപ്രായം പറയുന്നുണ്ട്. നബിൻ്റെ വയസ്സിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായമുള്ളത്, ഈ കൃത്യമായിട്ടുള്ള ഏടിയും അറബി മാസവും തമ്മിൽ യോജിപ്പിക്കൽ വളരെ പ്രയാസമാണ്. അത് ഒത്തുകൂടാം. മാസം ഒത്തുകൂടുന്നതിൽ ഇപ്പം അറബി മാസമാണ് കൃത്യമായിട്ട് കിട്ടുക. മാസം കണ്ടിട്ട് മാസം ഉറപ്പിക്കുക, കാണാഞ്ഞാൽ 30 പൂർത്തിയാക്കുക. ഇത് മറ്റത് 365 കൂട്ടിയാൽ ലീപ്പ് വർഷവും മറ്റേ വർഷവും കൂട്ടിയാൽ വ്യത്യാസപ്പെടും. ഇപ്പം വ്യത്യാസപ്പെടുത്തിയതാണ് 1582 ആ മാസം വ്യത്യാസപ്പെടുത്തിയത്. അതുകൊണ്ട് കൃത്യമായിട്ട് അറബി മാസമേ കിട്ടുള്ളൂ. ഷറയിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നത്, എല്ലാത്തിനും അംഗീകരിക്കുന്നത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അറബി മാസമാണ്. മാസം ഉറപ്പിച്ച് ഉറപ്പിക്കലൊക്കെ പിന്നെ ഉണ്ടായതാണ്. അത് നബിൻ്റെ കാലശേഷമല്ലേ ഉണ്ടായത്. ഖാദിമാരെ ഉറപ്പിച്ച് മാസം ഉറപ്പിക്കലും. അല്ലാത്തത് മാസം കണ്ടാൽ തീരുമാനിക്കും. അപ്പോൾ അതിലുള്ള വ്യത്യാസം വന്നതാകാം റബീഉൽ അവ്വൽ 8-നാണോ 12-നാണോ പല അഭിപ്രായങ്ങൾ. അത് AD-യിൽ ചിലപ്പം 570 20 ചിലപ്പോൾ 21 അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരാം. അല്ല 570 ആഗസ്റ്റ് 20 മുഹമ്മദ് ജിലൻ്റെ അഭിപ്രായം, വേറെ ചില അഭിപ്രായം 570 പിന്നെ മെയ് 5-നാണ്. ഇതൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒത്തുകൂടാനാണ്. അത് ചിലപ്പോൾ കൂടിക്കൊള്ളണമെന്നില്ല. ഈ റബീഉൽ അവ്വൽ 12 ചിലപ്പോൾ 8 എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ദിവസത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. നബി ഹജ്ജത്തുൽ വദാ എന്നാണ്, വെള്ളിയാഴ്ചയാണ്, ദുൽഹജ്ജ് 9. റസൂലുള്ള വഫാത്താവുന്നത് പിറ്റത്തെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഇവിടെ ഒക്കൂല. മാസങ്ങൾ എങ്ങനെ കൂട്ടിക്കുഴച്ചാലും 30 29 കൂട്ടിയാലും നബിൻ്റെ വഫാത്ത് തിങ്കളാഴ്ചയും 12 ആവില്ല, കൂട്ടണില്ല. ഇതിന് ഇമാമിങ്ങൾ പറഞ്ഞ മറുപടി ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റംലി ഫതവ റംലിയിലൊക്കെ പറഞ്ഞിരിക്കണേ. അതെന്താണ്, മക്കത്ത് ഹജ്ജ് നടക്കുമ്പോൾ ദുൽഹജ്ജ് 9 മക്കത്ത്, മദീനത്ത് ദുൽഹജ്ജ് 9 ആയിക്കൊള്ളണമെന്നില്ല. അവിടെ മാസം ഉറപ്പിച്ചിട്ടില്ല. മദീനയും മക്കയും മത്തായി വ്യത്യാസമുള്ള സ്ഥലമാണ്. അപ്പം മദീനയിൽ മാസം കണ്ട് ഉറപ്പിച്ചു, ആ മാസം എവിടെ സ്വീകരിക്കില്ല, മക്കത്ത് ഉറപ്പിച്ചു, മദീനത്ത് സ്വീകരിച്ചോളണമെന്നില്ല. അപ്പം മദീനത്ത് ദുൽഹജ്ജ് 8 ഹജ്ജത്തുൽ വദാഇ നടക്കുമ്പോൾ അങ്ങനെ കൂട്ടി വരുമ്പം എല്ലാ മാസം 30 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒത്തുകൂടും. ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ദിവസത്തിനെ സംബന്ധിച്ച്. ഏതായിരുന്നാലും അതിൽ പല ഖിലാഫുകളൊക്കെ വരാം. ഈ ഖിലാഫുകളെല്ലാം മുൻനിർത്തി അസഹായ അഭിപ്രായം സ്വഹിയായ അഭിപ്രായം ഒരേ അഭിപ്രായം എടുത്തുകൊണ്ട് അമൽ ചെയ്യലേ മാറുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കതിൽ വിശകലനം ചെയ്യാം. അത് കിതാബുകളൊക്കെ നോക്കിയിട്ടും കണക്കുകളൊക്കെ ശരിക്കും കൂട്ടാൻ കഴിയുന്ന ആളുകൾ. നമുക്കൊന്നും ഇപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയില്ല. ഇപ്പം മുഹമ്മദ് വയാസിൻ്റെ കിതാബുണ്ടല്ലേ തൗഫീഖ്, ഹിജറിയും മീലാദിയും തമ്മിൽ, അതൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല, കുറച്ച് പണിയുണ്ടല്ലോ. ഓരോ ദിവസവും ഹിജറ വർഷം ഏതാ നോക്കിയിട്ട് കൃത്യമായിട്ട് മീലാദി കണ്ടുപിടിക്കുക, മീലാദിൻ്റെ ദിവസം നോക്കിയിട്ട് ഹിജറ കണ്ടുപിടിക്കുക. അത് കുറച്ച് പണിയുള്ള ഏർപ്പാട് തന്നെയാണ്. അപ്പോൾ ആ ഗ്രന്ഥം ഉണ്ടാക്കണേ എത്ര പണി ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ധ്വനിച്ചിക്കണം. അല്ലാഹു തആല ഉപര സഹീനക്കെല്ലാം തക്കതായ പ്രതിഫലം മുന്തിയ ജസാഅ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. ഹക്കിനെ ഹക്കാക്കി മനസ്സിലാക്കി ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.